ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ നഷ്ടപ്പെടുകയാണ്. ഹേമ അയക്കുന്ന ഗുണ്ടകൾ ആ കാശെല്ലാം തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം രേവതിയെ തള്ളിയിടുകയും രേവതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. സച്ചി രേവതിയെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്താണ് നമ്മുടെ അച്ചമ്മയെ അവിടെ കാണുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ചമ്മയെ അവിടെ കാണുമെന്നുള്ളത്. അങ്ങനെ രേവതി വന്ന് അച്ചമ്മയടുത്ത് വന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അച്ചമ്മ, ഞാൻ കടം വാങ്ങിച്ച പൈസയാണ്, അത് നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇനി എങ്ങനെ പൂക്കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കും എന്നുള്ള കാര്യം നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയും, അഡ്വാൻസ് കൊടുത്ത് വെച്ചാൽ 5 ലക്ഷം രൂപ എന്ന് പറയും. 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, അതെങ്ങനെ? അത് ഒരു സ്ത്രീ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, അതുകൂടാതെ 1 ലക്ഷം രൂപ അഡീഷണൽ കൊടുത്തെന്നും പറയും. അതിപ്പോൾ ആരാ അങ്ങനെ ഒരു സ്ത്രീ? അപ്പോൾ നമ്മുടെ സച്ചി തന്നെ പറയും, എൻ്റെ സംശയം ആ ഹേമയാണ്. അവർ തന്നെ ആയിരിക്കും ആൾക്കാരെ അയച്ച് രേവതിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത്. ഇനി ഒരുപക്ഷെ അവർക്കൊരു എന്തെങ്കിലും ഒരു തോന്നി അവർ പണം തിരിച്ച് കടയിൽ കൊടുത്തേ ആയിരിക്കുമെന്ന് പറയും. ആ സമയത്തോടെ അവരങ്ങനെ ചെയ്യത്തില്ല, തെറ്റ് ചെയ്തവർക്ക് പിന്നെ ഒരു പശ്ചാത്താപം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഈച്ച പറയും, പണം അവിടെ കൊടുത്ത ആരാന്ന് ഞാൻ പറയാമെന്ന് പറയും. ആ സമയത്ത് പറയും, അതാരാ എന്ന് പറയുമ്പം നമ്മുടെ അച്ചമ്മയുടെ വീട് സീൻ 1 എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹേമ അയക്കുന്ന ഗുണ്ടകൾ രേവതിയുടെ പണം തട്ടിയെടുത്ത് കൊണ്ടുവരുന്നത് നേരെ അച്ചമ്മയുടെ മുമ്പിലോട്ടാണ്. അങ്ങനെ അച്ചമ്മ അവരെ അടിച്ച് ശരിപ്പെടുത്തി ആ പണം തിരിച്ച് പൂക്കടയിൽ കൊണ്ട് കൊടുക്കുകയും അതിനുശേഷം അഡീഷണൽ 1 ലക്ഷം രൂപ പൂക്കട ഏൽപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കലാവതി അച്ചമ്മയാണ്. ഈ കാര്യം ഈച്ച വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വലിയ ഷോക്കാവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അച്ചമ്മയടുത്ത് പറയും, അച്ചമ്മ തിരികെ കൊടുത്തത് വെറും പൈസ മാത്രമല്ല, എൻ്റെ ജീവിതവും കൂടിയാണ് അച്ചമ്മ തിരിച്ചു പിടിച്ച് തന്നേന്ന് പറയും. എൻ്റെ മോളെ ഇത്രയും കാശുമായിട്ടൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ സച്ചിയും കൂട്ടിക്കൊണ്ട് വേണ്ടേ പോകാൻ, മോളെ ഒറ്റയ്ക്ക് പോയത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. അച്ചമ്മ, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഓട്ടോയിൽ പല സുരക്ഷിതമായിട്ടാണ് പോയത്, അതും ദേവുവിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ച കാശുമായിട്ട്. അപ്പോൾ നീ ഇവിടുന്ന് പൈസയും കൊണ്ടുപോയ കാര്യം ആരോ ഹേമയ്ക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയത്തോട് നോക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി പറയും, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് ചന്ദ്രമതിയുടെ വായിൽ നിന്ന് പോയതാണെന്നുള്ളത്. അപ്പോഴത്തേക്ക് അച്ചമ്മ എഴുതിയൊക്കെയാണ്. അപ്പോഴത്തേക്ക് പറയും, മോളെ, നിങ്ങൾക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ നിങ്ങളെ സഹായിക്കത്തില്ലേ എന്ന് ചോദിക്കും. പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളുടെ അച്ചമ്മയെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ഞാൻ പറഞ്ഞത് അച്ചമ്മയെ രേവതിയോട് നമുക്ക് അച്ചമ്മയെടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അവളാ പറഞ്ഞത് തൽക്കാലം അച്ചമ്മയെ ബുദ്ധിമുട്ടിക്കുന്നു. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അല്ല, ഞാൻ നിങ്ങളെ സഹായിക്കത്തില്ലേ എന്ന് പറയും. അല്ല അച്ചമ്മ, അത് അച്ചമ്മ വയ്യാതൊക്കെ ഇരിക്കുമല്ലോ, ഈ ഒരു സമയത്ത് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത് ശരിയല്ലോ എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണെന്ന് പറയും. എന്തായാലും കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് തന്നെ നടന്നല്ലോ. അപ്പോഴത്തേക്ക് പറയും, എന്നാലും ഇങ്ങനൊരു അപകടം നടന്ന സമയത്ത് അച്ചമ്മ എങ്ങനെ അവിടെ എത്തിയെന്ന് സച്ചി ചോദിക്കും. അത് എൻ്റെ മക്കൾക്കൊരു അപകടം ഉണ്ടാകുമ്പം എനിക്കത് അറിയാൻ കഴിയും, അതാണ് എൻ്റെ മനസ്സെന്നൊക്കെ പറയും. ആ സമയത്ത് നേരെ ചന്ദ്രയടുത്തോട്ടാണ് തിരിയുന്നത്. അപ്പോൾ ചന്ദ്രമതി, നീയാണല്ലേ ആ ഹേമയെടുത്ത് രേവതി ഇവിടുന്ന് പണവും കൊണ്ടുപോയ കാര്യം പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും. പിന്നെ നിൻ്റെ നാവിൽ നിന്ന് ഇപ്പോൾ നീ തന്നെ പറഞ്ഞല്ലോ നീ അവളോടൊന്നും പറഞ്ഞിട്ടില്ലെന്നുള്ളത്. അപ്പോൾ ഉറപ്പാണ് നിൻ്റെ വായിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കള്ളം പുറത്തു വന്നതെന്ന് പറയും. ചോദിക്കും, നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുമെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അടിക്കാനായിട്ട് കൈവൊക്കെയാണ്. ആ സമയത്ത് ചന്ദ്രമതി പെട്ടെന്നങ്ങ് മാറുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രവി എഴുന്നേക്കും. നിനക്ക് എങ്ങനെ തോന്നി ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ആ കുട്ടി എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാം ഇവിടം വരെ എത്താൻ ശ്രമിച്ചത്, എന്നിട്ട് പിന്നെ നീ അതിന് കുറുക്കിടാൻ ശ്രമിക്കുന്നു. നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ വീടിൻ്റെ വസ്തുവിനെ പ്രമാണം വെച്ച് കുറച്ച് പൈസ എടുത്ത് രേവതിക്ക് കൊടുക്കാതെ? അപ്പം നീ അതിന് സമ്മതിച്ചില്ല. എന്നിട്ട് അവൾ എവിടെന്നെങ്കിലും കടം പേടിച്ച പൈസ കൊണ്ട് അവൾ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ നീ അതിന് പിന്നെയും ചതിക്കാൻ നോക്കുന്നോടി. ഇപ്പോൾ നീ ഒരു മനുഷ്യ സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും അങ്ങ് ചന്ദ്രയുടെ നേരെ ചെല്ലുകയാണ്. ആ സമയത്ത് ചന്ദ്ര ദേഷ്യപ്പെട്ടങ്ങ് അകത്ത് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് പറയാം, രവി, നീ ഇങ്ങനെ പാവമായി പോയോണ്ടാണ് ഇവളിങ്ങനെ തലയിൽ കയറുന്നത്, ഇവിടെ നിലയ്ക്ക് നിർത്തണം എന്നൊക്കെ പറയും. എന്ത് ചെയ്യാനാ അമ്മേ, എന്ത് പറഞ്ഞാൽ അവൾ നന്നാവത്തില്ല, അവൾക്ക് രേവതി മോളെ ഇഷ്ടമല്ല, അതിനുവേണ്ടി അവൾ എന്ത് ചതിയും ചെയ്യുമെന്ന് പറയും. അവൾ നന്നാവുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ രവി പറയുന്നുണ്ട്. അതും കൂടി കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്കും രേവതിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അതിനുശേഷം അച്ചമ്മ നേരെ വരുന്നത് നമ്മുടെ
ശ്രീകാന്തിൻ്റെ റൂമിലോട്ടാണ്. അങ്ങനെ ശ്രീകാന്ത് അവിടെ ഇല്ല, വർഷ മാത്രമേ ഉള്ളൂ. അങ്ങനെ വർഷ കിടക്കുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ വന്ന് വർഷയെടുത്ത് വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ പലഹാരങ്ങളൊക്കെ കൊടുക്കും. മോളെ നീ സമയത്തിന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? ഞാൻ കഴിക്കുന്നുണ്ട് അച്ഛമ്മേ. രേവതി ചേച്ചി സമയത്തിന് ആഹാരവും മരുന്നും ഒക്കെ എനിക്ക് എടുത്ത് തരുന്നതെന്ന് പറയും. എനിക്കൊരു ആകെയുള്ളൊരു സമാധാനം രേവതി മോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിൻ്റെ കാര്യമല്ല അവൾ ഉത്തരവാദിത്തമായിട്ട് നോക്കിക്കോളും. അതുകൊണ്ട് നീ നല്ല സുരക്ഷിതമായിട്ട് ഇരിക്കുമെന്ന് അച്ഛമ്മയ്ക്ക് അറിയാമെന്ന് പറയും. മോൾക്ക് മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ? ഇല്ല അച്ഛമ്മ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും. എന്തായാലും മോള് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. സമയത്തിന് രേവതി തരുന്ന ഭക്ഷണവും മരുന്നും ഒക്കെ കഴിക്കണം. നിങ്ങളുടെ കുഞ്ഞിനെ കാണാനായിട്ട് അച്ഛമ്മ കാത്തിരിക്കുക കേട്ടോ. എൻ്റെ മോള് വിശ്രമിച്ചോളാൻ പറഞ്ഞങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വർഷയ്ക്ക് നല്ല സങ്കടം വരും. വർഷയ്ക്ക് കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞുള്ള മൈൻഡിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ആ സമയത്ത് എല്ലാവരുടെയും സ്നേഹവും കുഞ്ഞിനെ കാണാൻ വേണ്ടി ഉള്ള ഒരു പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന അതൊക്കെ കാണുമ്പം വർഷയ്ക്കങ്ങ് സങ്കടവും. എല്ലാവരും കുഞ്ഞിനെ കാണാനായിട്ട് കാത്തിരിക്കുവാണല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് വർഷയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം നേരെ വരുന്നത് നമ്മുടെ ശ്രുതിയുടെ റൂമിലോട്ടാണ്. ആ സമയത്ത് ശ്രുതി അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല ശ്രുതി, നീ ഇന്ന് ഷോപ്പിൽ പോയില്ലായിരുന്നു? പോയിട്ട് വന്നേ അച്ഛമ്മയെന്ന് പറയും. അല്ല ശ്രുതി എവിടെ? ശ്രുതി ഇവിടെ ഇല്ലെന്ന് പറയും. അല്ല, അന്ന് വന്നപ്പോഴും ശ്രുതിയെ കണ്ടില്ല. അന്ന് അവൾ ബാംഗ്ലൂർ പോയിരിക്കാമെന്ന് ചന്ദ്ര കള്ളം പറഞ്ഞു. ഇപ്പം അവൾ അവിടെ പോയി. അത് അവൾ മീരയുടെ വീട്ടിലെന്ന് പറയും. മീരയുടെ വീട്ടിലോ? എന്താ, അവിടെ എന്തെങ്കിലും ഫംഗ്ഷനോ വല്ലതും ഉണ്ടോ? ഇല്ല, അവൾ കുറച്ച് നാളുകൊണ്ട് ഇവിടെ ഇല്ലെന്ന് പറയും. നീ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രുതി എവിടെ? നിൻ്റെ അമ്മയടുത്ത് ചോദിച്ചാൽ ഓരോ കള്ളം പറയും. ഇപ്പം നീയും അങ്ങനെ പറയുന്നു. അവൾ എവിടെയാണെന്ന് ചോദിക്കും. അത് അവളെ അമ്മ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയും. ഇറക്കി വിട്ടോ? എന്ത് കാര്യത്തിന്? അത് അച്ഛമ്മേ, അവൾ എന്നോട് പറഞ്ഞെല്ലാം കള്ളത്തരമാണ്. അവൾ മലേഷ്യക്കാരി ഒന്നുമല്ല. അവളുടെ അച്ഛൻ മരിച്ചു പോയെന്നും അവളുടെ ഇളയച്ചനായിട്ട് ഇവിടെ വന്ന് വീരാൻ അവളുടെ ഇളയച്ചനൊന്നുമല്ല, ഒരു ഇറച്ചി വെട്ടുകാരനാണെന്ന് പറയും. ഇറച്ചി വെട്ടുകാരനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സർവ്വ കാര്യങ്ങളും ശ്രുതി അയാളെ വീട്ടോടെ വിളിച്ചുകൊണ്ട് വന്ന തൊട്ട് ശ്രുതിയെ വീട്ടിൽ നിന്ന് ചന്ദ്രമതി അടിച്ചിറക്കി വിട്ട കാര്യം വരെ ശ്രുതി പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛമ്മ ചന്ദ്രയെന്നൊരു വിളി വിളിക്കും. അപ്പോൾ ഇതൊക്കെ ചന്ദ്രമതി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ചന്ദ്രമതിയെ അച്ഛമ്മ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ കഥയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയെ നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.